അങ്ങനെ വീഡിയോ ഒക്കെ നിർത്തിയിട്ട് പോയതായിരുന്നു. അവിടുന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉണ്ണിവാവ നീട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉണ്ണിട്ടാ. ഉണ്ണി എങ്ങനെ ഉണ്ട്, എൻ്റെ പോലെയാണോ കാണാൻ? ഹായ് ഗൈസ്, വെൽക്കം ടു തക്കുടൂസ് വേൾഡ്. തക്കുടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ കാലമായി വീഡിയോസ് ഇട്ടത്, ഏകദേശം 1 മാസത്തിന് മുകളിലായി വീഡിയോസ് ഇട്ടിട്ട്. കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, എവിടെയാണ്, എന്താ വിശേഷം, എന്താണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത്, പിന്നെ ഉണ്ണീൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ ചോദിച്ചപ്പോൾ കുറേ ഇല്ല കേട്ടോ, കുറച്ച് പറയുമ്പോൾ കുറേ നാളെ പറയും. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഒരു സന്തോഷം പോലെ തോന്നിയിട്ടാ. അപ്പോൾ ഇന്നെന്തായാലും വീഡിയോ എടുക്കാമെന്ന് വെച്ച്, വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഉണ്ണിൻ്റെ 40 കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഉണ്ണിക്ക് 2 മാസം ആവാറായിട്ടുണ്ട്. 2 മാസം ആയിട്ടില്ല, ആവാറായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് മുമ്പേ വീഡിയോ എടുക്കണ്ടെന്ന് ഒന്നാമത്തെ മനസ്സിലുണ്ടായിരുന്നു. കാരണം നമുക്ക് 40 കാര്യങ്ങളൊന്നും കഴിയാണ്ട് വീഡിയോ ചെയ്യണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് തീരെ ടൈം കിട്ടണില്ല വീഡിയോ ചെയ്യാൻ. സത്യമായിട്ടും 3 കുട്ടികളെയോ ഇപ്പോൾ ഒപ്പമാണ് നോക്കുന്നത്. ഞങ്ങളിവിടെ ഞങ്ങളുടെ റെൻറ്റ് വീട്ടിലേക്ക് വന്നു കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടുന്ന് 40 കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കേട്ടോ, ഞങ്ങളുടെ വാടക വീട്ടിൽ. അപ്പോൾ രാവിലെ തക്കുട്ടിന് സ്കൂളിൽ പോകണം, അതിനിടെ റിച്ചുവിനെ നോക്കണം. പിന്നെ ഇപ്പോൾ പുതിയ ഉണ്ണി പെൺകുട്ടിയാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവളെയും കൂടി നോക്കണം. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഭയങ്കര ബിസിയാണ്. രാവിലെ തന്നെ നീക്കുമ്പോൾ തന്നെ ഒന്നിനും ടൈം കിട്ടണില്ല കേട്ടോ. എത്ര നേരത്തെ എഴുന്നേറ്റാലും ടൈം കിട്ടാത്ത പോലെയാണ്. പ്രത്യേകിച്ച് ഉണ്ണി പകലാണ് ഉറങ്ങുക, അത് രാത്രി ഒന്നും ഉറങ്ങണില്ല. ഉണ്ണി ഭയങ്കര കരച്ചിലും വാശിയൊക്കെയാണ്, ഭയങ്കര വാശിയുള്ള ഒരു ക്യാരക്ടറാട്ടെ. ഇപ്പോൾ ഉണ്ണിക്ക് കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ അത് മാറുമെന്ന് തോന്നുന്നു, രാത്രി ഉറങ്ങുമെന്ന് വിചാരിക്കണം. അപ്പോൾ എനിക്കും രാത്രി ശരിക്കും പോലെ ഉറക്കം കിട്ടണില്ല. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ തന്നെ എണീറ്റിട്ട് പണികളൊക്കെ വേഗം കഴിച്ച് വെച്ചിട്ട് ഉച്ചയ്ക്ക് റിച്ചുവിനെയും കിടത്തി ഉറക്കും, ഉണ്ണീനെയും ഉറക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കുറച്ച് നേരം കിടന്ന് ഉറങ്ങും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഉറക്കം ബാലൻസ് ചെയ്ത് പോണത്. രാത്രി ഉണ്ണി ഉറങ്ങാത്തതുകൊണ്ട് പുലർച്ചൊക്കെ എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അത് ശീലമായി കൊണ്ടിരിക്കുകയാണ്. കാരണം പുലർച്ചെ ഉണ്ണി ഉറങ്ങാത്തതുകൊണ്ട് പുലർച്ചെ ഞാനും ഉറങ്ങാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ശീലം ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിയായി. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ, തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പോൾ ശരിയായി. കാരണം കറക്റ്റ് അവൾ നീട്ടിട്ടില്ലെങ്കിൽ ആ ടൈം ആകുമ്പോൾ ഞാൻ എഴുന്നേക്കും. ഈ ടൈമിൽ അവൾ നീക്കാറുള്ളതാണല്ലോ. ഒപ്പം ഞാനും എഴുന്നേറ്റിട്ട് അവളുടെ കൂടെ അങ്ങനെ. പിന്നെ പകൽ ഉണ്ണിൻ്റെ ഡ്രസ്സുകൾ കുറേ തിരുമ്പാണ്ടാവും, മൂത്രമൊഴിച്ചത് അങ്ങനെയൊക്കെ. അപ്പോൾ കുറേ ഇഷ്ടം പോലെ തിരുമ്പാണ്ടാവും. അതൊക്കെ തിരുമ്പിടലും വീട്ടിലത്തെ പണികളൊക്കെ കൂടി എനിക്ക് ടൈം കിട്ടണില്ല. പിന്നെ കുഞ്ഞുവാവയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ഇരിക്കണു. പേരൊക്കെ ഇട്ടു കേട്ടോ. പേരിട്ടേക്കത് അമാൽ അമീൻ എന്നാട്ടാ. അത് എന്താ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് മുന്നേ ഞാൻ ആലോചിച്ച് വെച്ചതാണ്. അത് എനിക്ക് തക്കുടൂനെ പ്രഗ്നൻ്റ് ആകുമ്പോൾ തൊട്ടേ ഞാൻ ആലോചിക്കാറുണ്ട്. ഫസ്റ്റത്തെ പെൺകുട്ടി വെച്ചെങ്കിൽ അമാലിന് പേരിടണം. എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടണം വിചാരിച്ച. പിന്നെ തക്കുട് ആൺകുട്ടിയായി, രണ്ടാമത്തെ റിച്ച് ആൺകുട്ടി. അപ്പോൾ മൂന്നാമത്തെ കുട്ടിക്ക് എന്തായാലും ആ പേരിടണം വെച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് പേരിട്ടേക്കുന്നത്. തുമ്പി നാട്ട വിളിക്കുക, അതും എൻ്റെ ഇഷ്ടത്തിനാണ്. അത് ഞാൻ മുന്നേ വിചാരിച്ചാണ് അങ്ങനെ ഇടണമെന്ന്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനൊക്കെ നടന്നിട്ടുണ്ട്. ഉണ്ണി ഭയങ്കര ഉറക്കമാണ്. ഉണ്ണി നീറ്റെങ്കിൽ നിങ്ങൾക്ക് കാട്ടിത്തരായിരുന്നു. കാട്ടിത്തരണോണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മുടെ തക്കുട് റിച്ചൊക്കെ അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ഭയങ്കര കളിയിലാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറക്കിയതാണ്. കാരണം ഇത്ര നേരം അകത്തിരിക്കുകയായിരുന്നു. തക്കുട് പിന്നെ സ്കൂളിൽ പോയി വന്നു. റിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അകത്തിരിക്കുമ്പോൾ കുട്ടികൾക്കൊരു മുഷിപ്പ് വരുമല്ലോ. അപ്പം ഞാൻ പുറത്തേക്ക് ഇറക്കിയേക്കാണ് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അപ്പുറത്ത് വീടിൻ്റെ അവിടേക്ക് കളിക്കാൻ പോയേക്കാണ് കേട്ടോ. കിളികളൊക്കെ ഇതാ മുകളിലിരുന്നിട്ട് ഭയങ്കര കരച്ചിലാണ്, കാണില്ലേ കിളിയോളം. അപ്പോൾ കിളികൾ ഇതുവരെയായിട്ട് മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല. ഞാൻ പോകുമ്പോൾ എങ്ങനെയാണോ അതേപോലെ ഇവിടെ ഉണ്ട്. പിന്നെ കിളികൾക്ക് തീറ്റ കഴിയുമ്പോൾ ഇക്കാണ്ടൊക്കെ വന്നിട്ട് തീറ്റ ഒക്കെ ഇട്ട് കൊടുക്കൂട്ടാ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ കാര്യമൊന്നും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഏകദേശം ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഹെൽത്തും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യണില്ല. കാരണം സിസേറിയൻ ആയതുകൊണ്ട് നമുക്ക് ഭാരം പൊന്തിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും പാടില്ല. അപ്പോൾ അങ്ങനെയായിട്ട് അത്യാവശ്യം റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇക്കാൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്താ അങ്ങോട്ട് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മയിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പുറത്തിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുകൊണ്ട് ഓടി വരും. കാരണം അത് കിളിയോളെ പിടിക്കാൻ വേണ്ടിയിട്ട് 2 ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് നോക്കുന്നത്. അപ്പോൾ ഇക്കാക്കും കുഴപ്പമില്ല, ഇക്ക വിളിക്കാറുണ്ട്. ഇക്കാക്കും കുഴപ്പമില്ല കേട്ടോ. ആൾ പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മാസം ആവാറായിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിൻ്റെ വിശേഷങ്ങളൊക്കെ ആളും ചോദിക്കാറുണ്ട്. വീഡിയോ കോൾ ചെയ്ത് കാണാറൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നോമ്പൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നോമ്പെടുക്കാൻ പറ്റില്ല. കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചെല്ലാം ആയിട്ടുള്ളൂ, 40 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ നോമ്പെടുക്കാൻ പറ്റില്ല ഈ വർഷത്തെ. അപ്പോൾ അടുത്ത വർഷം എന്തായാലും നോമ്പെടുക്കണം. പിന്നെ എടുക്കാനുള്ള നോമ്പുകളൊക്കെ കടം വീട്ടണം. പിന്നെ പെരുന്നാളിന് ഡ്രസ്സും കാര്യങ്ങളും എനിക്കെടുത്തിട്ടില്ല, കുട്ടികൾക്ക് എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഞാനായിട്ട് എടുത്തതല്ല, ഇക്കാൻ്റെ വീട്ടിൽ നിന്നും കൊടുത്തിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് എടുക്കണില്ലേ വെച്ചിട്ടാണ്. എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല ഓൾറെഡി. അപ്പം ഇനി ഇവർക്ക്
അവർക്ക് പ്രത്യേകിച്ച് ഡ്രസ്സ് എടുക്കണ്ടല്ലോ, 2 വീട്ടുകാരും ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ എന്താ വിശേഷങ്ങൾ, അതൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്താക്കൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. പിന്നെ എൻ്റെ സബ്സ്ക്രൈബ് കുറേ കുറഞ്ഞിട്ടുണ്ട്, വ്യൂസ് കുറേ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. വ്യൂസ് ഞാൻ കുറേ കഷ്ടപ്പെട്ട് വീഡിയോസ് ചെയ്തിട്ടൊക്കെ ഇതുവരെ എത്തിച്ചതാണ്, പക്ഷെ അതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ഇടാത്തതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. നമ്മളല്ലെങ്കിൽ ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം അതാണ്, ടൈം കിട്ടുന്നില്ല മെയിനായിട്ട്. അപ്പോൾ ഉണ്ണി കുറച്ചും കൂടി ഒന്ന് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഡേ മൈ ലൈഫും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരങ്ങി. ഇപ്പം ഇന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇനി അടുത്ത വീഡിയോ എന്നാണ് ഇടാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല കേട്ടോ, കാരണം സിറ്റുവേഷൻസ് അങ്ങനെ ആയതുകൊണ്ട്. പിന്നെ അപ്പുറത്തെ പറമ്പിൽ ഇതാ പോത്തിനെ കൊടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളായതുകൊണ്ട് അറക്കാനുള്ള പോത്തിന് അവിടെ 60 വീടുണ്ട് അപ്പുറത്ത്, അപ്പോൾ അവർ കൊടുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഇത് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് അറ്റത്ത്. അപ്പോൾ പെരുന്നാളിനുള്ള പോത്തിനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെയാണ്. പിന്നെ പെണ്ണ് കിടന്ന് ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ പെണ്ണിനെ കാട്ടിത്തരായിരുന്നു. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാനൊരു ദിവസം കാട്ടിത്തരേണ്ടതാണ് ഉണ്ണീനൊക്കെ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ള എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ. ഞാനങ്ങനെ വീഡിയോ ഒക്കെ നിർത്തിയിട്ട് പോയതായിരുന്നു. അവിടുന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉണ്ണിവാവൻ നീട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉണ്ണീട്ടാ. ഉണ്ണി ഇങ്ങനെ എൻ്റെ പോലെയാണോ കാണാൻ? കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. എൻ്റെ കുട്ടി കുളിക്കല്ല കേട്ടോ, മേല് കഴുകി സുന്ദരിയൊക്കെ ആയിട്ട് കണ്ണൊക്കെ എഴുതിയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് കരയാനുള്ളതാണ് അല്ലേ. ഞാൻ എങ്ങനെയോ കെട്ടി ഉറക്കിയതാണ്. പകൽ കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങും, ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങും. രാത്രി ഉറക്കം കുറവാണ് മൂപ്പരാൾക്ക് അല്ലേ. സുന്ദരി ഇങ്ങോട്ട് നോക്ക്, എൻ്റെ ആൾക്കാരൊക്കെ നോക്കണു. ഒരു ഹായ് ഗായ്സ് പറഞ്ഞ ഇവളിതൊക്കെ കേട്ട് ശീലിച്ചിട്ടുണ്ടാവും, കാരണം എൻ്റെ വയറിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇനി അടുത്ത കുഞ്ഞു വ്ളോഗറാണ്. ഇനി ഞാൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ വന്നിട്ട് ക്യാമറ ഒക്കെ പിടിച്ച് തരും അല്ലേ സുന്ദരി അല്ലേ. ഞാൻ മൂന്നാമത്തതും ശരിക്കും ഡെലിവറി കഴിഞ്ഞപ്പോൾ ഡെലിവറിക്ക് മുന്നേ ആൺകുട്ടിയാവും എന്നാട്ട് വിചാരിച്ചത്. പെൺകുട്ടിയാണെന്ന് തീരെ വിചാരിച്ചില്ല. എനിക്ക് 3 ആൺകുട്ടികളാവുന്ന വിചാരിച്ചത്, പക്ഷെ മൂന്നാമത്തെ പെൺകുട്ടിയായി അല്ലേ. ശുണ്ടിരി നോക്ക്, തുമ്പി നോക്കിയിട്ട് ആരാ നോക്കി, ഒരു ഹായ് പറഞ്ഞ് ഹലോ ഹായ് തുമ്പിയാണേ പറയും. അപ്പോൾ ശരി ഗൈസ്, ഞങ്ങൾ പോവാണ് അല്ലേ. ടാറ്റാ.